ആരാ ഏറ്റവും വലിയ തള്ളിസ്റ്റ്? അത് കറക്റ്റാ. എന്ത് പറഞ്ഞാലും തമാശ പറയുന്നവരാ. ഇവൻ എന്ത് പറഞ്ഞാലും സീരിയസ് ആയിട്ടാ പറയാ. അത് ഞങ്ങക്ക് തമാശ. സീരിയസ് ആയിട്ടും പറയണ്ടാവും. പക്ഷെ നമുക്ക് നീ ശരിക്കും കോമഡിയാ. ഇവന്റെ ടാബില് പിന്നെ എപ്പോഴും കളിയാണ്. പിന്നെ ഫുൾ ടൈം ഫ്രീ ആണ്. ഫുള്ളും ഫ്രീ ആണ്. കൂട്ടത്തിൽ ഏറ്റവും ഫുഡ് കഴിക്കുന്ന കുട്ടി ആരാ? ദേവിയാണ്. നമ്മളിപ്പോ ഉള്ളത് സെൻട്രൽ സ്ക്വയർ മോളിലാണ്. സൈനയുടെ ഒഫീഷ്യൽ വെബ് സീരീസ് ചാനലായ ലൂഡോ ഒറിജിനൽസിൽ കൂടി ട്രെൻഡിങ്ങിൽ കയറിയ ട്യൂഷൻ വീട് എന്ന വെബ് സീരീസിന്റെ ക്രൂ ഇവിടെ ഉണ്ട്. നമുക്ക് എന്താ അവിടെ പരിപാടി എന്ന് നോക്കാം. എന്താ ഇവിടെ പരിപാടി? തകർക്കുവാണോ? തകർക്കുവാണ്. അടുത്ത ആൾക്കാർ കേറി. ഞങ്ങൾ കേറാൻ വെയിറ്റ് ലിസ്റ്റിലാണ്. തകർക്കാണ്. അപ്പൊ അടിപൊളി. ഫസ്റ്റ് ദിവസം എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. കുറേ സ്ഥലങ്ങൾ ഞങ്ങൾ ഇങ്ങനെ കണ്ടു. പക്ഷെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. VR. എങ്ങനെയുണ്ട് ബസ്റ്റേഴ്സ്? അടിപൊളി. ഇന്ന് ഫുൾ ഡേ ഇവർ സെൻട്രൽ സ്ക്വയർ മോളിലെ ബസ്റ്റേഴ്സിലുണ്ടായിരുന്നു. എന്നാ നമുക്ക് പോയാലോ? പോവാം. നമുക്കെന്നാ ഒരു ഗെയിം പോലെ കളിച്ചാലോ? ഇതിനകത്ത് കുറച്ച് ക്യാരക്ടർ, ഓരോ സ്വഭാവങ്ങളില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട്. നമുക്ക് ചെറുതിനെ വെച്ച് ബാക്കി എല്ലാവരും എടുത്തിട്ട് ഇത് കിട്ടുന്ന ഏതാന്ന് വെച്ചാൽ അത് ഈ കൂട്ടത്തിൽ ആരാന്ന് പറയണം. ഓക്കെ ആണോ? ഇന്ന് ഓരോരുത്തരായിട്ട് എടുത്തോ. അങ്ങറ്റം മുതൽ എടുത്തോ. ഇതിങ്ങനെ വെച്ചോ. തുറക്കാൻ പറ്റിയത് തുറന്നു നോക്കിയോ? എന്തോ? എടുത്തോ. കാര്യമായിട്ട് പ്രാർത്ഥിച്ചൊക്കെ എടുക്കണ്ടവൻ. മിക്സിംഗ് എന്താ? എടുത്തോ. കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? ഇനി അങ്ങറ്റത്തുനിന്ന് തുടങ്ങാം. എന്താ കിട്ടിയേ? മടിയനോ? ഈ കൂട്ടത്തിൽ ഏറ്റവും മടിയൻ ആരാ? സുപ്രനാണോ ഏറ്റവും മടിയൻ? നീ മടിയനാ? നീ മടിയനാണെന്നോ അവൻ പറഞ്ഞു. അവൻ അപ്പു പറഞ്ഞു. ഓനെ എങ്ങനെ അറിയാം? മടിയനൊന്നും അല്ല അല്ലേ? തീരെ മടിയനല്ലാന്ന് അതെ. ടോപ്പ് സിംഗറിലൊക്കെ ഓടി നടന്ന് വർക്ക് ചെയ്യാം. അടുത്ത ആൾക്ക് എന്താ കിട്ടിയേ? കുരുത്തക്കേട്. ഈ കൂട്ടത്തിൽ ഏറ്റവും കുരുത്തക്കേട് ആർക്കാ? അവനാണോ ഏറ്റവും കുരുത്തക്കേട്? എന്താ അങ്ങനെ പറഞ്ഞേ? അവനെ കണ്ടു തൊട്ട ആളൊരു ഇതാ, കാണുമ്പോ പാവ തോന്നും, പക്ഷെ കുറച്ച് പമ്പനല്ലേ? അടുത്ത ആൾക്കോ? അത് പാസ് ചെയ്തോ? നോക്കിയില്ലേ? അവരാണോ പഠിപ്പിച്ചത്? അതെയോ? അടുത്തോ? തള്ളിസ്റ്റ്. ആരാ ഏറ്റവും വലിയ തള്ളിസ്റ്റ്? അത് കറക്റ്റാ. വ്ലോഗ് ഒക്കെ ഉണ്ടല്ലേ സ്വന്തമായിട്ട്? എന്താ ചാനലിന്റെ പേരെന്താ? എത്ര നാളായി തുടങ്ങിയിട്ട്? ഞാന് അറൌണ്ട് 2 years ആയിട്ടുണ്ട്. 2 years ആയിട്ട് വ്ലോഗ് ചെയ്യുന്ന ആളല്ലേ? ഓ, അതുകൊണ്ടാണോ തള്ളാന്ന് പറഞ്ഞേ? അല്ലല്ല, ഒരു തൊയ്യില്ല. സെറ്റിലാണ്ട് വന്ന മുതല് ആട് തുടങ്ങും, പിന്നെ പോവണ വരെ തന്നെ. ഒരു തള്ളു പറഞ്ഞ അവൻ പറഞ്ഞ തള്ളു. സ്കൂളിൽ എല്ലാരും അടിക്കും, എന്നും അടിക്കും കേട്ടോ. അല്ല, വേറൊരു തള്ളുണ്ട്. ഇവൻ സ്കൂളിൽ പോയിട്ട് അപ്പുറത്തൊരു ക്ലബും പിന്നെ ഇതൊക്കെ ഉണ്ട്, അമ്പലപ്പറമ്പൊക്കെ ഉണ്ട്. സ്കൂളിൽ പോയി പറഞ്ഞേക്കുക അതിന്റെ വെല്ലിപ്പാന്റെ പേരിലാണ്. വെല്ലിപ്പാന്റെ പേരിലാണ് ചെറുപ്പത്തിലിടി അമ്പലപ്പറമ്പും ഇതൊക്കെ. ഒരു ദിവസം എന്റെ ഉപ്പ സ്കൂളിൽ പോയി, പിള്ളേരൊക്കെ വളഞ്ഞു എന്റെ ഉപ്പാനെ. ഇതിന് പറഞ്ഞ മുളകളൊക്കെ ലിസ്റ്റ്. ഇപ്പൊ അത് ശരിയാണോ? അപ്പോഴാണ് ഇതൊക്കെ നമ്മൾ അറിയണം. ഇത്രയും
ഇത്രയും തള്ളുണ്ട്. ആണെന്നല്ലേ? ആണോ തള്ളിച്ചിട്ടാണോ? ചെറുതായിട്ട് ചെറുതായിട്ട് അറിയാപ്പോ. അടുത്താക്കി എന്താ കിട്ടിയേ? സോപ്പിടാൻ എടുക്കൽ ആ അത് എനിക്ക് തോന്നുന്നു ദേവീന്നാ. ദേവിയാണോ സോപ്പിടാൻ? അയ്യോ ആ പാവം, അത് സോപ്പിടുന്നോ? ഇക്കിന് ഡൗട്ട് ആണത് ആരാന്ന്, ദേവിയാണോ സുപ്രനാണോ? അവന് ഈ ലോകത്തേ ഇല്ല. ഇല്ല. ഒന്നും കൂടി ഒന്ന് ദേവിയാ. ദേവി തന്നെയാ. ദേവിയാണ്. ഞങ്ങള് ഫാസിലാക്കട തരുന്നൊക്കെ വല്ല നോക്കുമ്പോ പൈസ ഞങ്ങള് വാങ്ങിത്തരാം, അങ്ങോട്ടൊക്കെ ഞങ്ങള് പോയിട്ട് മസാജ് ചെയ്ത് തരാം അത് എന്നൊക്കെ പറഞ്ഞിട്ട് ആർക്ക്? ദേവി. ആണോ? സോപ്പിടോ ആണെന്നൊക്കെ ചെറുതായിട്ടൊക്കെ. അടുത്തതോ? ബാ പോട്ടെ, പറഞ്ഞോ എന്താ കിട്ടിയേ? കൊമേഡിയൻ. കൊമേഡിയൻ. സ്വന്തം പറയാതെ നോക്കി. തമാശ പറയുന്നാരാ? എല്ലാരും comedy എന്ത് ആണോ? പറഞ്ഞാലും തമാശ പറയുന്നാരാ? ശുക്കൂർ. ശുക്കൂർ. നിന്നെക്കാട്ടി തമാശയാണോ? ആണോ? ആണല്ലേ? ഇവൻ എന്ത് പറഞ്ഞാലും സീരിയസ് ആയിട്ടാ പറയാ. അത് ഞങ്ങൾക്ക് തമാശ. ഇവൻ എക്സ്പ്രഷൻ ഇട്ടാണ് എല്ലാം കൺവേ ചെയ്യുന്നത്. ഭയങ്കര സീരിയസ് ഇപ്പൊ ആയിട്ട് സീരിയസ് ആയിട്ടും പറയണ്ടാവും, പക്ഷെ നമുക്ക് കോമഡിക്ക് എത്തുക. ആണല്ലേ? നീ ശരിക്കും കോമഡിയാ. അതെ അതെ. ഇപ്പൊ തഗ്ഗിന്റെ ആളാണ്. തഗ്ഗിന്റെ ആളാണ്. എന്തുവാണ്? അടുത്താക്കോ? ഈ വില്ലൻ. വില്ലൻ. ആ കൂട്ടത്തില് വില്ലൻ ആരാ? നിങ്ങൾ തന്നെ പറയണല്ലേ വില്ലനും വില്ലന്മാരും വില്ലത്തിമാരും അതുപോലെ സുപ്രനാണോ വില്ലൻ? ടാഗ്ലൈനാ കിട്ടണേ. എന്താ വെച്ചാൽ ആ സീരീസില് ഈ സുപ്രനും കുൽസുമാണ് ഒരുമിച്ച് വരുന്ന ആൾക്കാരാണ്. അപ്പൊ അതിന്റെ ഒരു, അതായത് ആ സീരീസില് അഭിനയിക്കുന്നതിൽ രണ്ടുപേരും ഒരേ നാട്ടിൽ വന്ന രീതിയിൽ അതിൽ ചിത്രീകരിച്ചത്. ഇവര് ഒരുമിച്ച് വീട്ടിൽ പോണ്, മിഠായി വാങ്ങാൻ പോണ്, അങ്ങനെ കുറെ സീനൊക്കെ ഇവിടെ ഒരുമിച്ചിട്ടാ. കണ്ണിറുക്കുന്നത് ദേവി. കണ്ണിറുക്കി കാണിക്കുന്നത് അത് ഇവനല്ലേ കണ്ണിറുക്കി കാണിക്കണേ. ഒരു കരച്ചിലൊക്കെ ഉണ്ട്. എല്ലാരും സുപ്രാന്ന് ടോപ്പ് സിംഗറിൽ സുപ്രനെ അറിയാവോ എല്ലാവർക്കും? സുപ്രാന്നാണോ എല്ലാരും വിളിക്കണേ? അതെ, ഞാൻ ഈ ഷൂട്ടിന് പോയപ്പോഴേ കോമഡി ഉത്സവത്തിട്ട് അന്ന് ഇവിടെ കണ്ടിട്ട് സുപ്രാനല്ലേ അങ്ങനെ വിളിച്ചോ? അവർക്കൊക്കെ ടോപ്പ് സിംഗറിന്റെ അടുത്തൊക്കെ എല്ലാവർക്കും അറിയോ ട്യൂഷൻ വീടിനെ പറ്റി? ഷൂട്ടിനൊക്കെ പോകുമ്പോ അറിയാമല്ലേ? സ്റ്റാർ അല്ലേ അവിടെ? ആ പിന്നെ എന്ത് വേണം? അടുത്ത ബബ്ബിക്ക് എന്താ കിട്ടിയേ? എനിക്ക് വില്ലത്തി. സുപ്രന്നല്ല. അവിടുന്ന് പറഞ്ഞു കൊടുക്കും. വില്ലത്തി. വില്ലത്തി ആരാ? അത് കിട്ടേണ്ട ആൾക്ക് തന്നെ കിട്ടിയെന്ന് പറഞ്ഞു. കൂട്ടത്തിൽ ഏറ്റവും വില്ലത്തി ചേച്ചിയാണോ? ഡബിള് ദേവി. ദേവിയാണ് വില്ലത്തി. പാവുമ്പോൾ ഇതിന്റെ സൈഡിൽ കൂടെ പറഞ്ഞു കൊടുക്കും. എന്താണോ പറയേണ്ടത് എന്താന്ന് വെച്ചാൽ അറിയില്ലാതാണ് സത്യത്തിൽ പറഞ്ഞു തന്നെ. ആ ദേവി. ദേവിയാണല്ലേ വില്ലത്തി? വില്ലത്തി ദേവി ആണോ? അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? ആണെന്ന്. എനിക്ക് കുഴപ്പമില്ല. ദേവിക്ക് എന്താ കിട്ടി? എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കണം. ടോക്കറ്റീവ് ആയിട്ടുള്ള ആരാ? ആണോ? എപ്പോഴും സംസാരിക്കും. കിട്ടിയാൽ ആണോ? അടുത്താക്കി എന്താ കിട്ടിയ? മൊബൈൽ അടി. മൊബൈൽ അടി. അത് ഒന്നെ മൊബൈൽ ഷോർട്ട് എടുത്ത് കഴിഞ്ഞാൽ എവിടെയാണ് ആളും തരേണ്ട ആവശ്യമില്ല, റൂമിൽ എടുക്കണ്ടോ? ഒന്നെങ്കിൽ എന്റെ ടാബില് അല്ലെങ്കിൽ ആളെ ഫോണില് മുജുവിന്റെ ടാബിലൊക്കെ ആയിട്ട് അവിടെ കൊടുക്കുന്നു. അല്ലല്ലോ ഒന്നെയാണ് ഞാന് ഫ്രീ ആവുമ്പോ മാത്രം ഫുൾ ടൈം ഫ്രീ ആണ്. ഫുള്ളും ഫ്രീ ആണേ. വ്ളോഗ് ഒക്കെ എടുക്കണ്ടേ അല്ലേ? എഡിറ്റ് ചെയ്യണ്ടേ? ആ ഫേമസ് ആവണം, പിന്നെ നമ്മുടെ ജീവിക്കണ്ടേ? എഡിറ്റ് ചെയ്യല്ല, ഗെയിം കളിക്കാണേ. ഞാൻ രാത്രി എഡിറ്റ് ചെയ്യും. കൊറേ ഗെയിം കളിച്ചു അപ്പൊ എനിക്ക് കളിക്കാൻ തോന്നുവല്ലേ? അല്ലാതെ ഞാൻ കളിച്ചു തുടങ്ങിയതല്ല, അവനാണ് ചീറ്റാക്കണേ. ഞാനാണ് അവന്റെ ഇൻസ്പിറേഷൻ. ചുമ്മാ പറയല്ലേ. എന്താ കിട്ടിയ? ഫുഡി. ആ കൂട്ടത്തിൽ ഏറ്റവും ഫുഡ് കഴിക്കണം ഫുഡി ആരാ? ദേവിയാണ്. ദേവിയാണ്. എല്ലാം ദേവിയല്ല, ഇവർക്ക് രണ്ടിനും ആരാ? ബബിതായിരിക്കും പറയാ. ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കും. ആണല്ലേ? ലൊക്കേഷനിൽ എന്ത് ഫുഡ് ഉണ്ടോ ഞാൻ രാവിലെ തന്നെ വന്ന് ചോദിക്കും, ഇന്ന് എന്തൊക്കെ ഭക്ഷണം ഉണ്ട്. പിന്നെ ഞാൻ ചോദിച്ചു മേടിക്കും. ഐസ്ക്രീം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ചോദിച്ചു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും മേടിച്ചു തരലില്ലേ? ആണല്ലോ. സിപ്പപ്പ് മെയിൻ ഇംലി മിഠായി ആണല്ലേ? ഇംലി ചേച്ചി മിഠായി ഭയങ്കര ഫാനോ? ആണോ? നിങ്ങൾക്ക് ഇഷ്ടാണോ? ആണല്ലേ?
സാറിന് എന്താ പറയാനുള്ളത് ഇവരുടെ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട്? ഓരോരുത്തരെയും നല്ലോണം അടുത്തറിഞ്ഞിട്ടുണ്ടല്ലോ ഇത്രയും നാളുകൊണ്ട്. അത് പറയണോ? ഇപ്പൊ മുജുവിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ മുജു ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ ചെയ്യും. അത് ഒന്ന് കൂടുതൽ പറയൂല, കുറവ് പറയൂല, എന്താ പറയണം, എന്താ അതുപോലെ ചെയ്യും. ആണ് മുജുവിന്റെ ക്യാരക്ടർ. ഇവളെ ക്യാരക്ടർ ഇവളതായിട്ട് ഒരു സാധനമുണ്ട്. ഇവളെ ടോളിൽ തന്നെ ഒരു ഇതുണ്ട്. അത് ഇവളെ ക്യാരക്ടർ നല്ല മാച്ചാണ്. അപ്പോൾ പറഞ്ഞത് കറക്റ്റ് ബബുൽ തന്നെയാണ് ഇവള് പറയുന്നത്. അതുകൊണ്ട് ഇവളതിങ്ങനെ ഒരുപാട് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. പിന്നെ ഷുക്കൂറിന്റെ കേസ് ഷുക്കൂറായിട്ട് വർക്ക് ചെയ്യാനാണ് എന്നൂടെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളിപ്പോ ഒരു ഈ അലോ ഹുവാർ അങ്ങനെ ഒരു സീൻ വന്നില്ല, അത് ഭയങ്കര വൈറലായ സാധനമാണ്. അപ്പൊ അതില് ആ ഡയലോഗ് കഴിഞ്ഞ് ഇവന്റെ ഒരു തഗ് ഡയലോഗ് അടിച്ച് അത് കഴിഞ്ഞിട്ട് ബബി ചോദിക്കും നീ എന്താ പഠിക്കണത്? മദ്രസത്തെ എന്ന് പറയും. അപ്പൊ നീ അതന്നെ പഠിച്ചാൽ മതിട്ടെന്ന് പറയും. അപ്പൊ നേരെ ശരി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതില് ഓന്റെ തൊപ്പിട്ടുള്ള അത് ആ അൽഹംദുലില്ലാ എന്നുള്ള സീന് നമ്മള് സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവന് ആദ്യം ചേച്ചി എന്ന് പറഞ്ഞ് നിർത്തി. അപ്പൊ എനിക്കത് കണ്ടപ്പോ എനിക്ക് അവിടെ ഒരു ഡയലോഗ് ആഡ് ചെയ്യാൻ തോന്നി. അപ്പൊ അങ്ങനെ ഇവനെ അഭിനയം കണ്ടുകൊണ്ടിരിക്കുമ്പോ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാൻ കൊടുക്കാം. അങ്ങനെ ഇവനായിട്ട് വർക്ക് ചെയ്യാൻ ചെയ്യും. പിന്നെ വാവുട്ടിയുടെ കേസ് വാവുട്ടി ഇതുപോലെ തന്നെ പറഞ്ഞ കാര്യം അതുപോലെ ചെയ്തു. അതിന്റെ മേലെ ഇവളുടെ കുറച്ച് ഇവളുടെ ഒരു ഇളക്കമൊക്കെ ഉണ്ട്. അതൊക്കെ ഇവള് അത് ഇട്ടിട്ട് സൂപ്പറിന് പിന്നെ ഭയങ്കര എനർജിയാണ്. നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ എനർജിയാണ് അവന്റെ മെയിൻ. അവന് ഭയങ്കര എനർജിയിലാണൊക്കെ പറയാം. അപ്പൊ അതിന്റെ ഒരു സാധനം ഫുൾ ആറ്റിറ്റ്യൂഡിന്റെ ആളല്ലേ? ഫുൾ ടൈം. പിന്നെ കുൽസുവിന്റെ അഭിനയം കാണാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കുൽസുവിന്റെ അഭിനയം കാണാനാണ്. അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് കുൽസുവിന്. അത് നമ്മള് അത് കണ്ടാൽ മനസ്സിലാവും. വളരെ സിമ്പിൾ ആയിട്ട് എന്റെ അടുത്ത് ചോദിക്കും ഫസ്റ്റ് ഇന്ന പരിപാടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് തന്നെ ഒരു മീറ്റർ ഉണ്ട്. അതായത് ഫസ്റ്റ് എപ്പിസോഡ് ഇട്ടിട്ട് 5ാമത്തെ എപ്പിസോഡ് വരെ പിടിച്ചുള്ള മീറ്റർ അത് അവളുടെ മീറ്ററാണ്. ഞാനത് ആ മീറ്റർ പിന്നെ പറഞ്ഞ ആവശ്യം വന്നില്ല. അവൾ അതന്നെ പിടിച്ച് അവളതായിട്ടുള്ള ചെറിയ എക്സ്പ്രഷനൊക്കെ ഇട്ട് രസമായിട്ട് അവള് സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് പോകും. പിന്നെ ബബിത ഫസ്റ്റിന് കുറച്ച് നമ്മള് പിള്ളേരായിട്ട് സെറ്റ് ആകുമ്പോഴേ അത് ഇതൊന്നുകൂടെ സ്പീഡായി. ബബിത കുറച്ച് സ്ലോ ആയി. ഞാൻ നേരത്തെ അതാ പറഞ്ഞു. ഞാനൊരു 5 ടേക്ക് പോകുമ്പോ ഇവരെന്നോട് പറയും ചേച്ചി വേഗം ചെയ്യുന്നുണ്ടോ, ഞങ്ങക്ക് വേറെ പണിയുണ്ട്, അടുത്ത സീൻ എടുക്കണ്ടേന്നൊക്കെ ചോദിക്കും. ഇതിനൊരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ലൈവായിട്ട് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഡയലോഗ് പറയുമ്പോൾ ഭയങ്കര ലൈവ് ഫീൽ ചെയ്യണം. അപ്പൊ ഈ സാധാരണ നമ്മൾ ഡയലോഗ് പറയുമ്പോൾ ഒരു ഡ്രാമ അടിക്കാത്ത രീതിയിലാണ് ട്രീറ്റ് ചെയ്യാനായിട്ട് ഓരോ പരിപാടിയും ആക്ടിവിറ്റിയും അങ്ങനെ പ്രത്യേകിച്ചുള്ള പരിപാടിയാണ്. അപ്പൊ അത് ഇവർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അവിടത്തേക്ക്. അപ്പൊ അത് പിന്നെ നമ്മള് പിള്ളേരെ പോകുന്ന ചെയ്ത് അവളും ഇതുപോലെ പിള്ളേരെ സെറ്റ് ചെയ്യണ പോലെ നമ്മളെ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഇപ്പൊ ഒന്നും പറഞ്ഞ ആവശ്യമില്ല. ഇപ്പൊ എല്ലാവരും പഠിച്ചു ഞാൻ പക്കായിട്ട് പോകും. പിന്നെ ദേവി ഭയങ്കര രസമാണ്. ദേവിയുടെ എക്സ്പ്രഷൻസ് ഭയങ്കര രസം. ചെറിയ എക്സ്പ്രഷൻ ഡയലോഗ് പറഞ്ഞാൽ ചെറിയ സാധനമൊക്കെ ഇടും. അതൊക്കെ നല്ല രസം കാണാനായിട്ട്. പിന്നെ ഇച്ചു പറഞ്ഞാൽ ഓന്റെ ക്യാരക്ടർ തന്നെയാണ്. ഓന്റെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ആ ക്യാരക്ടർ കൊടുത്തത്. എനിക്ക് കളിക്കാൻ ആളില്ലാത്തൊരു വിഷമമാണ് ഇതിലുള്ളത്, ദൃശ്യമേളില് ഉള്ളത്. പിന്നെ റയ അതുപോലെ തന്നെ റയ ഇതുപോലെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. അധികം ഒച്ചപാടും കാണുന്നില്ല, പക്ഷെ ഭയങ്കര രസമായിട്ട് ചെറിയ എക്സ്പ്രഷനൊക്കെ ഇട്ട് അങ്ങനെയാണ് ചെയ്യും. മൊത്തത്തിലുള്ള എല്ലാ പിള്ളേരുടെ ഒരു ഇത്. ഞങ്ങള് ട്യൂഷൻ എടുത്ത പിള്ളേരുടെ പൊതുവെ ഞങ്ങൾ ആരെയും ഇഷ്ടം അങ്ങനെ പറഞ്ഞ എല്ലാവർക്കും എനിക്ക് എല്ലാരും ഒരുപോലെ ഇഷ്ടമാണ്. എന്നാലും ഒന്നുമില്ല, എനിക്ക് ആ ചെറുതിനെ ഏറ്റവും ഇഷ്ടം. എനിക്ക് അവനെ ഏറ്റവും ഇഷ്ടം. അവനിങ്ങനെ പതുങ്ങി പാവമായിട്ടൊക്കെ ഇരിക്കില്ല, എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ട്യൂഷൻ വീട്ടിലോ? എനിക്കും എല്ലാരും ഇഷ്ടമാണ്. നിങ്ങളെ ഫാസിൽ മാമൻ ഒഴിച്ച് എനിക്ക് എല്ലാരും ഇഷ്ടമാണ്. സാധാരണ അങ്ങനെയാണ് ഞങ്ങള് ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്ന ആൾക്കാര് ഞങ്ങള് രണ്ടുപേരും. ആണോ? ഞാനും ഡയറക്ടറും ആയിരിക്കും വഴക്കുണ്ടാക്കുക ഏറ്റവും കൂടുതൽ. ചുമ്മാ ഇവരെന്തേലും പറയും, അപ്പൊ ഞാൻ പോയിട്ട് വഴക്കുണ്ടാക്കും. അപ്പൊ ഇന്ന് ഫുൾ ഡേ നമ്മൾ അടിച്ചു പൊളിച്ചു. ഇവിടെ മോള് ഫുള്ള് കറങ്ങി കളിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? ദിവസം ഉണ്ടായിരുന്നല്ലേ. ഇനിയിപ്പോ വരാനിരിക്കുന്നത് ട്യൂഷൻ വീടിന്റെ സീസൺ 2 ആണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഫസ്റ്റ് സീസണിലെ പോലെ തന്നെ വളരെ ഹിറ്റ് ആയിക്കോട്ടെ എന്ന് ആശംസിച്ചു കൊള്ളുന്നു. ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും.